ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കേക്ക് റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഇപ്പോഴത്തെ ട്രെൻഡിങ് കേക്കായിട്ടുള്ള കുൽഫി കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കുൽഫി കേക്ക് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് പെട്ടെന്ന് തന്നെ കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കേക്കിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ള് ബേക്കിംഗ് സോഡയും ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇനി ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയും വാനില എസൻസും ബീറ്റ് ചെയ്തതാ ഇതുപോലെ വലിയ ബബിൾസ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ പൊടിച്ച പഞ്ചസാരയുടെ അളവ് പറയുകയാണെങ്കിൽ 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അത് ഒന്നിച്ച് ചേർത്ത് കൊടുക്കേണ്ട, കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ മുട്ടയും പഞ്ചസാര പൊടിച്ചതൊക്കെ ഇവിടെ നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് വരണം കേട്ടോ, എന്നാലേ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഓയിൽ ഒഴിച്ച് കൊടുത്താൽ പിന്നെ ഓവറായിട്ട് ബീറ്റ് ചെയ്തെടുക്കരുത് കേട്ടോ, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ 1 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയും മതി. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒന്നും കൂടെ അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മിക്സ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ പൊടി മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്നുകിൽ സ്പാറ്റിൽ വെച്ചിട്ട് പതുക്കെ ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക. ഇനി ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ. ലോ സ്പീഡിലിട്ടിട്ട് നമ്മൾ മുട്ട പൊങ്ങി വന്നതൊന്നും താഴ്ന്നു പോവാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് പതുക്കെ കറക്കിയെടുക്കുക. പൊടി നമുക്കൊരു 2-3 ബാച്ചായിട്ട് ഇട്ട് കൊടുക്കാം, ഒന്നിച്ചിട്ട് കൊടുക്കരുത്. ആദ്യം ഇട്ട് കൊടുത്തത് മിക്സായി വന്നതിന് ശേഷം പിന്നെ അടുത്ത ബാച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ മുഴുവൻ പൊടിയും ഇട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ മാവ് ഞാൻ ഒരു 5 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലേക്കാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഹൈറ്റ് ഇല്ലാത്ത ടിന്നായത് കാരണം സൈഡിലൊക്കെ ബട്ടർ പേപ്പർ വെച്ചൊന്ന് ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. ഈ ടിന്നൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റ് ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ തയ്യാറാക്കുന്നത് കുൽഫി കേക്കാണ്. അപ്പോൾ അതിന് വേണ്ട കുൽഫി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പാലിന് കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് വേണമെങ്കിൽ ഇതിന് മധുരത്തിന് ഭാഗമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ വേണമെങ്കിൽ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 2 രീതിയിലും ചെയ്യാം കേട്ടോ. അപ്പോൾ പാലിന് ഒന്നും കൂടെ കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതലായിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തത്. അല്ലെങ്കിൽ 1 കപ്പ് പാലെടുത്തിട്ട് നമ്മളത് തിളപ്പിച്ച് വറ്റിച്ച് 1/2 കപ്പാക്കി എടുക്കണം. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായി, ആ ഒരു പണിയുടെ ആവശ്യമില്ല. ഈ പാലിൽ ഇതുപോലെ കണ്ടൻസ്ഡ് മിൽക്ക് ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ചും കൂടെ മധുരത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതിനും കൂടെ ഭാഗമായിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഫ്ലെയിം ഓൺ ആക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് 2 കാര്യങ്ങളും കൂടെ ചെയ്ത് വെക്കാനുണ്ട്. അതിൽ ആദ്യത്തേത് കുറച്ച് നട്ട്സ് ഒന്ന് പൊടിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ എടുക്കാം. ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പും പിന്നെ അല്പം ബദാമും പിന്നെ കുറച്ച് പിസ്തയും കൂടി എടുത്തിട്ടുണ്ട്. അതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം.
ഇതാ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. നല്ല ഫൈനായിട്ടൊന്നും പൊടിച്ചെടുക്കേണ്ട കേട്ടോ, കുറച്ചൊരു തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കുക. പിന്നെ വേണ്ടത് ഇതാ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് നിറയെ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1 ടീസ്പൂൺ, ഈ 1 ടീസ്പൂണിന് നിറയെ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്, കുമിച്ച് നിൽക്കുന്ന രീതിയിൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് മിക്സായി കിട്ടാൻ വേണ്ട പാല് മാത്രം മതി. ഒരു 2-3 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒട്ടും കട്ടയില്ലാതെ തന്നെ കലക്കിയെടുക്കുക. അപ്പോൾ ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിവിടെ അടുത്ത് തന്നെ വെക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം. അപ്പോൾ പാൽ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ചേർത്ത് പാൽ നല്ല കട്ടിയാക്കിയത് കാരണം അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ തിളച്ച് വരും കേട്ടോ. വളരെ കുറഞ്ഞ അളവിലുള്ള പാലല്ലേ ഉള്ളൂ. ഇനി കണ്ടൻസ്ഡ് മിൽക്കിന് പകരമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പാൽപ്പൊടിയും പഞ്ചസാരയും ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. എന്നാലും ഈ ഒരു കട്ടി തന്നെ കിട്ടും. അപ്പോൾ നമ്മുടെ പാലിൻ്റെ മിക്സ് ഇവിടെ നന്നായിട്ട് ചൂടായി തിളക്കാറായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോൺഫ്ലവർ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതൊന്ന് കുറുകിയിട്ട് വരണം. പിന്നെ ഞാനിവിടെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ബദാമിൻ്റെ മിൽക്ക് മിക്സും കൂടെ ഒരു 2-3 ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തിളപ്പിച്ചെടുത്തതാ ഇതുപോലെ ഒന്ന് കുറുകി വന്ന് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നട്ട്സ് മുഴുവനായിട്ട് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. കേക്കിൻ്റെ മുകളിൽ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാനും മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതൊന്നും കൂടെ കുറുകിയിട്ട് വരണം. ഇതുപോലെ ഒന്ന് കുറുകി വന്നാൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇത് തണുത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ തിക്കായിട്ട് വരും. ഇതൊന്ന് ചൂടാറി വരട്ടെ. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്ന് ഞാൻ കേക്ക് ടിന്നിൽ നിന്നൊക്കെ എടുത്തിട്ടുണ്ട്. ഈ കേക്കിനെ നമുക്ക് 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ കേക്ക് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പാലാണ് എടുത്തിട്ടുള്ളത്. 1/4 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ടേൺ ടേബിളിൻ്റെ മുകളിൽ ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നടുക്ക് അല്പം ക്രീമാക്കി കൊടുത്തിട്ട് നമുക്ക് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഈ പീസിനെ നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പാൽ വെച്ചിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ ക്രീമിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കുൽഫിയുടെ മിക്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഇത് നന്നായിട്ട് ചൂടാറി ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ള മിക്സാണ് കേട്ടോ. ഇനി അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടും ഇതുപോലെ മിൽക്ക് വെച്ചിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ക്രീം സ്പ്രെഡ് ചെയ്തിട്ട് കുൽഫിയുടെ മിക്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ലാസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇതിനെയും മിൽക്ക് വെച്ചിട്ട് തന്നെ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ കേക്കിനെ ഫുള്ളായിട്ടൊന്ന് ക്രീം വെച്ചിട്ട് കവർ ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ചെറുതായിട്ടൊന്ന് ക്രം കോട്ടിങ് ചെയ്തെടുക്കാം. എന്നിട്ടൊന്ന് സെറ്റ് ആയതിന് ശേഷം പിന്നെ ഫിനിഷിംഗ് കോട്ടിങ് കൊടുക്കാം. ഇപ്പോൾ കേക്കിനെ ഞാനൊരു അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒന്നും കൂടെ ക്രീമാക്കി കൊടുത്തിട്ട് ഒന്ന് ഫിനിഷിംഗ് ആക്കി എടുക്കാം.
ഇപ്പോൾ കേക്കിനെ ഒരുവിധമൊക്കെ ഇവിടെ ഫിനിഷിംഗ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി യെല്ലോ കളറിലുള്ള ക്രീം വെച്ചിട്ട് ഇതുപോലെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള നട്ട്സ് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇവിടെ ഇട്ട് കൊടുക്കാം. പിന്നെ സിൽവർ കളറിലുള്ള ഓരോ ഷുഗർ ബോൾസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കേക്കിനെ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതിന് ശേഷം കട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്